ബീഹാറിലേക്ക് പോകാം. ബീഹാറിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. എൻഡിഎയുടെ സീറ്റ് വിഭജന പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുമാറ്റവും തുടരുകയാണ്. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഗുഡ് മോർണിംഗ്. ബീഹാറിലേക്ക് എത്തുമ്പോൾ ചിത്രം തെളിയാൻ ഇനിയും സമയമെടുക്കുമെന്നാണോ കരുതേണ്ടത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ആശ്വതി, ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. കാരണം ഇനി 6 ദിവസം മാത്രമാണ് ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. 121 മണ്ഡലങ്ങളിലേക്ക് 17-ാം തീയതി വരെയാണ് സമയം ബാക്കിയുള്ളത്. സ്വാഭാവികമായും എത്രയും വേഗം ഈ ചർച്ചകൾ പൂർത്തീകരിക്കണം, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. ഏതായാലും എൻഡിഎ നേതാക്കൾ, പ്രത്യേകിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചർച്ചകൾ പൂർത്തിയായി, ഇന്നോ നാളെയോ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം എന്ന പ്രതികരണമാണ് ഇന്നലെ രാത്രി അദ്ദേഹം നടത്തിയത്. നിലവിൽ എൻഡിഎയിലെ ധാരണ JDU 102 സീറ്റ്, BJP 101 സീറ്റ്. നേരത്തെ ഈ തർക്കം ഉണ്ടായിരുന്ന 2 പാർട്ടികളാണ്. ഒന്ന് ചിരാഗ് പാസ്വാൻ LJP 45 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ 25 മുതൽ 26 സീറ്റ് വരെ ചിരാഗിന് നൽകാം എന്ന തീരുമാനത്തിലേക്കാണ് JDUവും BJPയും എത്തിയിട്ടുള്ളത്. ജിതൻ റാം മാഞ്ചി മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ HIM ആവശ്യപ്പെട്ടിരുന്നത് 15 സീറ്റാണ്. അവർക്ക് 7 മുതൽ 8 വരെ സീറ്റ് നൽകും. ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 6 മുതൽ 7 വരെ സീറ്റുകളാണ്. ഇതാണിപ്പോൾ NDAയിൽ ധാരണ എത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ പ്രതീക്ഷിക്കാം. മറുവശത്ത് മഹാസഖ്യത്തിലും ഒരു തീരുമാനത്തിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ അവർ വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മുകേഷ് സാഹ്നിയുടെ VIP അവർ 40 സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അത് അംഗീകരിക്കാൻ ഏതായാലും RJD തയ്യാറായിട്ടില്ല. RJD ഇപ്പോൾ നിലവിൽ അവർക്ക് മുമ്പിൽ ഓഫർ വെച്ചിട്ടുള്ളത് 20 സീറ്റുകൾ നൽകാമെന്നാണ്. നേരത്തെ കഴിഞ്ഞ തവണ ഈ VIP എന്ന് പറയുന്ന പാർട്ടിയാണ് അവസാന നിമിഷം സീറ്റ് നിർണയ ചർച്ചയിൽ മഹാസഖ്യം വിട്ടുപോവുകയും NDAക്കൊപ്പം ചേർന്ന് മത്സരിക്കുകയും 4 സീറ്റ് ജയിക്കുകയും ചെയ്തു. അവർ വിജയിച്ച 4 സീറ്റുകൾ അന്തിമ ഫലത്തിൽ നിർണായകമാവുകയും ചെയ്തു. കാരണം 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ഭരണം മഹാസഖ്യത്തിന് നഷ്ടമായത്. അപ്പോൾ സ്വാഭാവികമായും അവരെ പിണക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ RJDയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇടതു പാർട്ടികളടക്കം സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് സിറ്റിംഗ് സീറ്റുകളിലെ പത്രിക സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും BJP കൂടി ഇപ്പോൾ അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ നിർണായക യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ JP നഡ്ഡയുടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം നടക്കുന്നത്. സംസ്ഥാനത്തെ നേതാക്കൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം പാർലമെന്ററി ബോർഡ് ചേർന്നുകൊണ്ട് BJPയുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്യും. ഇന്നോ നാളെയോ അതും പ്രതീക്ഷിക്കാം. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.